പ്രതിപക്ഷം എന്നൊരു പക്ഷം നമ്മുടെ കേരളത്തിലുണ്ട്. എന്തിനാണ് ആ പ്രതിപക്ഷം എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ ജോലി എന്നും പലരും ചോദിക്കുന്നുമുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസക്തി എന്താണെന്നും ഒരു പ്രതിപക്ഷ നേതാവിന്റെ ജോലി എന്താണെന്നും കിറുകൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് അല്ലാതിരുന്ന പല നേതാക്കന്മാരും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് കെ രമയുടെയും അതുപോലെ തന്നെയാണ് മാത്യു കുഴൽനാടന്റെയും. ഇവർ രണ്ടുപേരും പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് തീപ്പൊരിയായി മാറിയിരിക്കുകയാണ്. പലപ്പോഴും പല ചോദ്യങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയെ വിറപ്പിക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്, ഇവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. നിയമസഭയിൽ കഴിഞ്ഞ 2 ദിവസമായി കെ രമ എന്ന MLA ആടി തിമിർക്കുകയാണ് എന്ന് CPM-ന്റെ പക്ഷം പറയുമ്പോൾ അവർ തീപ്പൊരിയായി മാറുകയാണെന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാവും. ആദ്യത്തെ ദിവസം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ തൊട്ടായിരുന്നു കെ രമയുടെ ചോദ്യം. കഴിഞ്ഞ ദിവസം റബ്ബർ കർഷകരുമായി ബന്ധപ്പെട്ടായിരുന്നു 2ാം ദിവസം വാക്കൌട്ട് നടത്തിയത്. 3ാം ദിവസം, അതായത് ഇന്നും അതേ രീതിയിൽ കൃത്യമായ രീതിയിൽ കേരളത്തിലെ സാധാരണക്കാർ ചോദിക്കേണ്ട ചോദ്യം അത് കെ രമയിലൂടെ വരികയായിരുന്നു നിയമസഭയിൽ കണ്ടത്. അത് മറ്റൊന്നുമല്ല, വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിക്ക് നീതി ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അത് അപ്പീലുമായി പോവുകയാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് അത് അപ്പീലുമായി പോകേണ്ടതല്ല, അങ്ങനെ അപ്പീലുമായി പോയി കഴിഞ്ഞാൽ പ്രതിയെ കൂടുതലും രക്ഷപ്പെടുത്താനുള്ള ഒരു സാഹചര്യം സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ തുറന്നു കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അത് പുനരന്വേഷണം തന്നെ വേണമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നിയമസഭയിൽ കെ രമ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സഭ നിർത്തിവെച്ചുകൊണ്ട് ഒരു അടിയന്തര പ്രമേയത്തിലൂടെ ഇത് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്തത് എന്നാണ് കെ രമ ഇന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. ആ ദൃശ്യങ്ങൾ ഇങ്ങനെ. പ്രോസിക്യൂട്ടറുടെയും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഈ കേസ് ഇതുപോലെ പരാജയപ്പെടാനിടയായിരിക്കുന്നത്. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കിടെ നടപടിയെടുക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകണം. അതുപോലെ തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പീൽ പോകുമെന്നാണ്. ഈ ദുർബലമായ കേസും കൊണ്ട്, ഈ ദുർബലമായ തെളിവുകൾ കൊണ്ട് അപ്പീൽ പോകുന്നത് പ്രതികളെ വീണ്ടും രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. പ്രതികളെ ശിക്ഷിക്കണം എന്നുള്ള ഉദ്ദേശം സർക്കാരിനില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് അപ്പീൽ പോവുകയല്ല, പുനരന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. ആ 6 വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടുകാരെയും ആ കേസിനെയും രക്ഷപ്പെടുത്താൻ സർക്കാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ആ കാര്യത്തിൽ സർക്കാർ തീരുമാനമുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത്രയും ഗുരുതരമായ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തത് പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തും.